നമുക്കിന്ന് കഴിക്കാനായിട്ട് ഇടിയപ്പവും കിഴങ്ങും മുട്ടയും കൂടി ചേർന്നിട്ടുള്ളൊരു കറിയുമാണ്. അതിനായിട്ട് കിഴങ്ങും മുട്ടയും കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തു. സവോള ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഒന്ന് അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി വെച്ചു കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന കിഴങ്ങും കൂടി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്ത് വഴറ്റി വെച്ചേക്കുന്ന സവോളയ്ക്കകത്തിട്ടൊന്ന് ഇളക്കി ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം തിളച്ച വെള്ളവും കൂടെ ചേർത്ത് കറി ഒന്ന് തിളപ്പിച്ചെടുത്ത് അതോടൊപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് ഇടിയപ്പത്തട്ടയിൽ എണ്ണയൊക്കെ തൂത്ത് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ വെച്ച് അച്ചിനകത്തുനിന്ന് കറക്കിയെടുത്ത് നമ്മുടെ ഇടിയപ്പം റെഡിയാക്കി അടുപ്പിൽ വെച്ചു. ഇടിയപ്പമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നേരെ പോയത് പറമ്പിലേക്കാട്ടോ. കുറച്ച് കൊടിച്ചോടും കൊക്കോച്ചോടും ഒക്കെ ഒന്ന് ചെത്തി കൂട്ടാനുണ്ടായിരുന്നു. നമ്മൾ ഈ വെയിലൊക്കെ ആകുമ്പോഴത്തേക്കിന് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കയറി വന്നത് ഉച്ചക്കത്തേക്കിനുള്ള കറി വയ്ക്കാനായിട്ടാട്ടോ. അത് നമ്മൾ കറി വയ്ക്കുന്നത് റോബസ്റ്റാക്ക മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ റോബസ്റ്റ ആയതുകൊണ്ടൊന്ന് മെഴുക്കുവരട്ടി